all, I'm Anu, one of the OET trainers at Cosmo. Today I'm going to talk about listening, OET listening subtest version 2.0. OET listening subtest consists of 3 parts and you need to answer for 42 questions. The total length of the OET listening lasts for around 40 to 42 minutes, and at the end of the test you will get 2 minutes to check your answers. And this, which includes recorded speech and pause to allow you time to write your answer. Please remember, you will hear the recordings once only and you are expected to write your answers while listening. Okay, അതായത് OET listening subtests 3 പാർട്ട് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് 42 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ആൻസേഴ്സ് ആണ് അതിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ OET ലിസ്ണിംഗ് എത്ര 40 to 42 മിനിറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കും അതിൻ്റെ ടൈം ലിമിറ്റ്. സോ അതിൽ നിങ്ങൾക്ക് വൺസ് ഓഡിയോ എല്ലാം പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ്സ് തരും നിങ്ങൾക്ക്. 2 മിനിറ്റ്സ് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആൻസേഴ്സ് എഴുതാനായിട്ടാണ് ഈ 2 മിനിറ്റ്സ് ടൈം തരുന്നത്. സോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കൽ മാത്രമേ ഈ ലിസ്ണിംഗ് കേൾക്കുന്നുള്ളൂ, പിന്നെ നിങ്ങൾക്ക് വീണ്ടും അവർ അത് പ്ലേ ചെയ്ത് തരത്തില്ല. സോ നിങ്ങൾ ആ ലിസ്ണിംഗ് ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസേഴ്സ് എഴുതാനായിട്ട് ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, so as I told you that OET listening subtest consists of 3 parts. That means part A, B and C. Part A is again divided into 2 extracts. Okay, part A വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് and you will get 12 questions from each extracts. ഒരു എക്സ്ട്രാക്റ്റിൽ നിന്ന് 12 ക്വസ്റ്റ്യൻ വെച്ച് ടോട്ടൽ 24 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പാർട്ട് എയിൽ കംപ്ലീറ്റ് ചെയ്യാൻ കിട്ടും. ഓക്കെ, സോ ഇൻ ദിസ് പാർട്ട് എ യൂഷ്വലി ഇറ്റ്സ് എ conversation between a healthcare professional and a patient related to the patient's health issue. Alright, so it's easy for you because you are a healthcare professional, so it's easy for you to write the answers. Okay, so I will explain to you in detail. So now we can move on to the part B. Part B is you'll get 6 short extracts. You need to write down the answers. It's not write it down, you need to darken the particular answer. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കിട്ടും. ഒരു 6 മൾട്ടിപ്പിൾ ചോയ്സ് 6 ഷോർട്ട് കോൺവെർസേഷൻസ് ആയിരിക്കും കിട്ടുന്നത്. അതിൽ നിങ്ങൾക്ക് 3 മൾട്ടിപ്പിൾ ചോയ്സ് കിട്ടും. സോ അതിൽ നിന്ന് കറക്റ്റ് ആൻസർ ഏതാണോ അത് സർക്കിൾ ഡാർക്കൻ ചെയ്യേണ്ടത്. ഐ എക്സ്പ്ലെയിൻ ടു യു ഇൻ ഡീറ്റെയിൽ ലേറ്റർ. ഓക്കെ, സോ പാർട്ട് സി ഇതുപോലെ പാർട്ട് എ പോലെ തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിൽ നിന്ന് നിങ്ങൾക്ക് അതും സെയിം ലൈക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഓരോന്നിൽ നിന്നും നിങ്ങൾക്ക് 6 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആൻസർ ചെയ്യേണ്ടത്. സോ ഈ പാർട്ട് സി എന്ന് പറഞ്ഞാൽ സോ ആ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സോ അത് ഇൻഡിവിജ്വൽ 6 ക്വസ്റ്റ്യൻസ് അല്ലായിരിക്കും. സോ ഇറ്റ്സ് ഒരു ലോങ്ങർ കോൺവെർസേഷൻ ഓർ ഇറ്റ്സ് എ ലോങ്ങർ പ്രസൻറ്റേഷൻ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, let's move on to part A. Okay, now I'm going to explain part A in detail. Okay, so part A. In listening part A, you will hear 2 different extracts. Okay, that means നിങ്ങൾ 2 കോൺവെർസേഷൻസ് കേൾക്കും, 2 ഡിഫറെൻറ്റ് കോൺവെർസേഷൻസ് ആയിരിക്കും. സോ ഇൻ ദിസ് പാർട്ട് എ യൂഷ്വലി എ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ പേഷ്യൻറ്റ് ആൻഡ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. ആരും ആവും, മേ ബി ഡോക്ടേഴ്സ്, നഴ്സസ് ഓർ ഫിസിയോതെറാപ്പിസ്റ്റ്. ഓൾറൈറ്റ്, സോ അങ്ങനെ ഒരു പേഷ്യൻറ്റും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരിക്കും നിങ്ങൾ ഈ പാർട്ട് എയിൽ കേൾക്കാൻ പോകുന്നത്. സോ 2 എക്സ്ട്രാക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. സോ 2 ഡിഫറെൻറ്റ് കോൺവെർസേഷൻ ആയിരിക്കും കേൾക്കുന്നത് ആൻഡ് ഈച്ച് എക്സ്ട്രാക്ട് may last for around 4.5 to 5 minutes. Okay, so ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് 1 to 12 ആയിരിക്കും നിങ്ങൾ ഫസ്റ്റ് എക്സ്ട്രാക്റ്റിൽ കേൾക്കുന്നത്. സോ ആ ഫസ്റ്റ് എക്സ്ട്രാക്ട് 1 to 12 ക്വസ്റ്റ്യൻസ് കേൾക്കുന്നതിന് മുന്നേ ആയിട്ട് യു വിൽ ഗെറ്റ് 30 seconds time to read the notes. ഓക്കെ, 30 സെക്കൻഡ് സമയം കിട്ടും ഈ നോട്ട്സ് റീഡ് ചെയ്യാനായിട്ട്. ഞാനിപ്പം ഇത് കുറച്ച് എക്സാമ്പിളിന് വേണ്ടി 2-3 ക്വസ്റ്റ്യൻസ് കോട്ട് ചെയ്തേക്കുന്നതേ ഉള്ളൂ. ബട്ട് യു വിൽ യൂഷ്വലി ഗെറ്റ് 12 questions ഫ്രം ഈച്ച് എക്സ്ട്രാക്ട്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് would advise you to read the headings. Okay, like ഈ സബ് ഹെഡിങ്സ് ഉള്ള സാധനങ്ങൾ നോക്കണം, ലൈക്ക് പേഷ്യൻറ്റ്, മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് അങ്ങനെയുള്ള കുറച്ച് ഹെഡിങ്സ് ആണ്, അത് നോക്കണം. അതിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങളും കൂടി നോക്കുക. ലൈക്ക് പേഷ്യൻറ്റ് മെലീസ ഗോർഡൻ, നമ്മുടെ പേഷ്യൻ്റെ പേര് മെലീസ ഗോർഡൻ ആണ്. സോ ഇൻ ദിസ് പെർട്ടിക്കുലർ ഇതിലെന്ന് പറഞ്ഞാൽ ആൻ ഒബ്സ്ട്രക്റ്റീഷ്യൻ ഇസ് ടോക്കിംഗ് ടു ദിസ് പെർട്ടിക്കുലർ പേഷ്യൻറ്റ് ലൈക്ക് മെലീസ ഗോർഡൻ. ഓക്കെ, സോ അതാണ് ഈ ഒരു എന്താണ് എക്സ്ട്രാക്റ്റിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഓഡിയോ, ലിസൺ ചെയ്യാൻ പോകുന്ന ഓഡിയോ ഇതായിരിക്കും. ഓക്കെ, സോ ദെൻ വർക്ക്സ് ആസ് എ
സോ നമുക്ക് അസ്യൂം ചെയ്യാം. എന്താണ് ഇതിൽ നമ്മൾ മെയിനായിട്ട് അസ്യൂം ചെയ്യണം. ഓക്കെ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇൻ കേസ് നമ്മൾ ഒന്ന് അസ്യൂം ചെയ്ത് വെച്ചാൽ ഇറ്റ് വിൽ ബിക്കം ഈസി ഫോർ us to write the answer or find out the answers because you are a medical profession, so it's very easy for you. Okay, so works as a എന്താ ആ ജോബിനെ കുറിച്ചായിരിക്കും പറയുന്നത്. ഇറ്റ് മേ ബി എനിത്തിങ് ലൈക്ക് മേ ബി എ ടീച്ചർ ഓർ എ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഓർ എ സയൻറ്റിസ്റ്റ്. ഓക്കെ, അതൊരിക്കലും ഒരു എൻജിനീയർ ഒന്നും ആയിരിക്കത്തില്ല. കാരണം എന്താണ്, വർക്ക്സ് ആസ് എ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ഈ തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒന്നുകിൽ ടീച്ചറായിരിക്കാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആയിരിക്കാം. സോ assume. Then the second one is medical history. And this medical history has occasional dash. So നമുക്ക് എന്ത് മനസ്സിലായി, ഇതൊരു ഡിസീസ് കണ്ടീഷൻ ആണെന്ന് മനസ്സിലായി ഇല്ലേ. മേ ബി എന്തായിരിക്കാം, ആസ്മ ആയിരിക്കാം ഓർ കാർഡിയാക് പ്രോബ്ലം ആയിരിക്കാം അല്ലെങ്കിൽ ലങ് ഇഷ്യൂസ് ആയിരിക്കാം. സോ എന്തോ ഒരു ഡിസീസിനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് ഒക്കേഷണൽ ഡാഷ്. എന്തോ ഒരു ഡിസീസാണ് നമുക്കിവിടെ അസ്യൂം ചെയ്യാം. ഓക്കെ, then the third question is allergic to dash. Is allergic to, the particular patient is allergic to something, maybe a drug or maybe some food items. So it can be anything, so we can assume that. Okay, so once in namukku ingane assume cheyidu kanyal, then when you listen to the audio it will be very easy for you to identify these answers. Okay, then the one thing you remember that you need to write it in a word or a short phrase. Okay, ഒരു ലോങ് സെൻറ്റൻസ് അല്ല അവർ ഉദ്ദേശിക്കുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു വേർഡ് അല്ലെങ്കിൽ ഷോർട്ട് ഫ്രേസ് ആയിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഒന്നും കൂടി പറയാം. പാർട്ട് എ എന്ന് പറഞ്ഞാൽ 2 ഡിഫറെൻറ്റ് എക്സ്ട്രാക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. സോ ഓഡിയോ പ്ലേ ചെയ്യുന്ന മുന്നേ ഈച്ച് എക്സ്ട്രാക്റ്റിന് മുന്നേ നിങ്ങൾക്ക് 30 seconds ടൈം തരും. കാരണം എന്താണ്, ഈ കേസ് നോട്ട് നോക്കാനായിട്ട്. സോ അതിനുശേഷം ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും, അതിനുശേഷം മാത്രമേ ഓഡിയോ പ്ലേ ചെയ്യത്തുള്ളൂ. വൺസ് ഓഡിയോ പ്ലേ ചെയ്യുന്നാൽ then they will never ever stop for you. Okay, so അത് particular മൈൻഡിൽ ഉണ്ടായിരിക്കണം. I can give you some more examples for part A. So നമ്മൾ നേരത്തെ കണ്ടത് എന്താ 2 എക്സ്ട്രാക്റ്റിൽ ഒരു എക്സ്ട്രാക്റ്റ് ആയിരുന്നു. ഫസ്റ്റ് എക്സ്ട്രാക്റ്റ് ആയിരുന്നു കണ്ടത്, പേഷ്യൻ്റ് നെയിം മെലീസ ഗോർഡൻ. ബട്ട് ഇൻ ദിസ് എക്സ്ട്രാക്ട് there is 13 to 24 questions. You will get the patient relate Mike Royce. So Mike Royce എന്ന പേഷ്യൻറ്റിനെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും 13 to 24 വരുന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ യു ആർ എ GP ടോക്കിംഗ് ടു പേഷ്യൻറ്റ്. ഓക്കെ, ഒരു ജനറൽ പ്രാക്ടീഷണർ മൈക്ക് റോയ്സ് എന്ന പേഷ്യൻ്റെ അടുത്ത് ടോക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ വീഡിയോയിൽ നിങ്ങൾ ഇതിൻ്റെ ഓഡിയോയിൽ നിങ്ങൾ കേൾക്കുന്ന കോൺവെർസേഷൻ. ഓക്കെ, ഇഫ് യു ഹാവ് ദാറ്റ് ഓഡിയോ ഇറ്റ്സ് ഗുഡ്. Then ഇതിലെന്ന് പറഞ്ഞാൽ സോ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫസ്റ്റ് പേഷ്യൻ്റ് നെയിം മൈക്ക് റോയ്സ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഹീ ഈസ് എ ന്യൂ പേഷ്യൻറ്റ് ട്രാൻസ്ഫറിങ് ഫ്രം അനദർ പ്രാക്ടീസ്. സോ ഒരു ജനറൽ പ്രാക്ടീഷൻ്റെ അടുത്തുനിന്ന് വേറൊരു GPയുടെ അടുത്തോട്ട് വരുന്ന ഒരു പേഷ്യൻ്റാണ്. സോ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇനിഷ്യൽ സിംറ്റംസ്. എന്തൊക്കെയാണ് അവിടെ ഇനിഷ്യൽ സിംറ്റംസ് എന്തൊക്കെയാണ്, സിവിയർ ലെഫ്റ്റ് നീ പെയിൻ ഇൻ ഡാഷ് ഏരിയ. സോ ഇയാൾക്ക് സിവിയർ ലെഫ്റ്റ് നീ പെയിൻ ഉണ്ട്. ഓക്കെ, അത് ഏത് ഏരിയയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നീ പെയിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സോ യൂഷ്വലി നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നീ പെയിൻ ഏത് ഏരിയയിലാണ്, മേ ബി മെനിസ്കസ് ഓർ മീഡിയൽ മെനിസ്കസ്, ലൈക്ക് ആൻസേഴ്സ് അങ്ങനെ പോയിട്ട് തരും. സോ ഇപ്പം മീഡിയൽ മെനിസ്കസ് ആണെങ്കിൽ നിങ്ങൾ മീഡിയൽ മെനിസ്കസ് ആണെങ്കിൽ മീഡിയൽ ഏരിയയിൽ റൈറ്റ് ആൻസർ ആയിരിക്കും. ഓക്കെ, സോ അതായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. സോ ദ സെക്കൻഡ് വൺ ആസ് ഡെവലപ്ഡ് ഡാഷ് ഓൺ ബാക്ക് ഓഫ് നീ. എന്തോ ബാക്ക് ഓഫ് നീയിൽ എന്തോ ഡെവലപ്പ് ചെയ്യണം. ഡിസ്ക്രൈബ്ഡ് ആസ് ട്രിഗർ പോയിൻറ്റ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബാക്ക് ഓഫ് നീയിൽ എന്തോ ആണ് അവർക്ക് ഡെവലപ്പ് ചെയ്യാം. സോ എന്തായിരിക്കാം, മേ ബി പെയിൻ ആയിരിക്കാം. ഓക്കെ, മേ ബി പെയിൻ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. സോ ഇങ്ങനെ നിങ്ങൾക്ക് അസ്യൂം ചെയ്തിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് വൺസ് അവർ 30 seconds ടൈം തരുമ്പോൾ you can assume these answers. You can read this case note first, then try to assume the answers. Okay, so ഇതാണ് പാർട്ട് A. Move on to part B. In this part B, you will hear 6 different extracts, okay, which takes place in the workplace. So അതായത് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നടക്കുന്ന തരം സിനാരിയോസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ പാർട്ട് ബിയിൽ കിട്ടുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് the different healthcare professionals talking to their bystanders, their colleagues, or their patients about something which is happening in the workplace. Okay, സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് ബിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പാർട്ട് ബിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ
as I told you that you will get 6 different extracts. So ഓരോ ക്വസ്റ്റ്യനും like 25 to 30 questions you will get. So ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് particular time തരും നോക്കാനായിട്ട്. Okay, before the start of the extract you will get separate time. എന്തിനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാനായിട്ട് ഒരു സമയം തരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാത്രമേ അവർ പ്ലേ ചെയ്തുള്ളൂ. സോ അങ്ങനെ 6 ഡിഫറെൻറ്റ് എക്സ്ട്രാക്റ്റിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് 6 ഡിഫറെൻറ്റ് ടൈംസും കൂടി കിട്ടുന്നതായിരിക്കും. Okay. Questions 25 to 30. Choose the answers A, B, or C, which fits best according to what you hear. Okay. അതായത് ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ തന്നിട്ട് 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് തരാം, A, B and C. സോ ഇതിൽ നിങ്ങൾ ലെസൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അതിനെ നിങ്ങൾ ഡാർക്കൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സർക്കിൾ ഡാർക്കൻ ചെയ്യാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആയിട്ട് ഡാർക്കൻ ചെയ്തിരിക്കണം. ഇൻ പാർട്ട് എയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓരോന്നും എഴുതുകയായിരുന്നു, വേർഡ് ഓർ എ ഷോർട്ട് ഫ്രേസ് ഓർ എ നമ്പർ. ഓക്കെ, സോ നമ്മൾ എഴുതുകയായിരുന്നു ചെയ്തത്. ബട്ട് ഇൻ പാർട്ട് ബി ആൻഡ് സി യു ഹാവ് ടു ഡാർക്കൻ ദ സർക്കിൾസ്. ഓക്കെ, സർക്കിൾസ് നന്നായിട്ട് ഡാർക്കൻ ചെയ്യാം. Remember one thing, if you're not sure about a particular answer, do not try to darken the circles first. Okay, so ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ആൻസർ ഷുവർ അല്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ ഡാർക്കൻ ചെയ്യണമെന്നില്ല. ജസ്റ്റ് എവിടെയെങ്കിലും സൈഡിലായിട്ട് പെൻസിൽ കൊണ്ടായിരിക്കും നിങ്ങൾ ബിഫോർ ദാറ്റ് OET എപ്പോഴും എന്തിലായിരിക്കണം എഴുതേണ്ടത്, പെൻസിലായിരിക്കണം എഴുതേണ്ടത്. പെന്നിട്ട് എഴുതാം, ബട്ട് പെൻസിലാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താണ്, നമുക്ക് റബ്ബ് ചെയ്യണമെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ പെൻസിലായിരിക്കും മോർ സ്യൂട്ടബിൾ. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് പെൻസിലിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇപ്പോൾ A ആണോ B ആണോ ഡൗട്ട് ആണെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് പിന്നെ കുറച്ച് സമയം എടുത്ത് നമുക്ക് പെട്ടെന്നൊന്ന് ക്വിക്ക് തിങ്കിങ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഡോട്ടോല്ലോ ഇട്ട് വെച്ചിരുന്ന് പിന്നെ നമുക്ക് പെട്ടെന്നൊന്ന് ഡാർക്കൻ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ആദ്യമേ ഡാർക്കൻ ചെയ്ത് വെച്ചിരുന്നാൽ ചിലപ്പം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ യു ടു എറൈസ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് എറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അത് നിങ്ങളുടെ മാർക്കിനെ മേ ബി എഫക്റ്റ് ചെയ്യാം. സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, സോ ജസ്റ്റ് ഒരു ടിപ്പായിട്ട് പറഞ്ഞതേ ഉള്ളൂ. സോ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞ ഓക്കെ, ഓരോ ക്വസ്റ്റിനും നിങ്ങൾക്ക് 3 A, B and C എന്ന് പറഞ്ഞിട്ട് 3 ആൻസേഴ്സ് തരും. സോ അതിൽ നിന്ന് ചൂസ് ചെയ്യുക ഏതാണ് ബെസ്റ്റായിട്ട് ഇതിന് ആപ്റ്റ് ആവുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് യു ഹിയർ എ ഡയറ്റീഷ്യൻ ടോക്കിംഗ് ടു എ പേഷ്യൻറ്റ്. സോറി, റബ്ബിയാണ്. ഓക്കെ, okay, in this you hear a dietitian talking to a patient. So what is she doing? അതാണ് ക്വസ്റ്റ്യൻ. ഒരു ഡയറ്റീഷ്യൻ ഒരു പേഷ്യൻ്റ് തമ്മിലുള്ള കോൺവെർസേഷൻ. സോ എന്താണ് പേഷ്യൻ്റ് ചെയ്യുന്നത്, വാട്ട് ഈസ് ഷീ ഡൂയിങ്, അതാണ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾക്ക് ഇവിടെ സബ് ഓപ്ഷൻസ് കിട്ടും. സോ ബി പാർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ പേഴ്സണലി പ്രിഫർ എന്താണെന്ന് വെച്ചാൽ വൺസ് നിങ്ങളുടെ ഓഡിയോ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ അതിന് മുന്നേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓഡിയോ കേൾക്കാനും അതുപോലെ ഓപ്ഷൻസ് നോക്കാനും ഒക്കെ ഓഡിയോ കേൾക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് സബ് ഓപ്ഷൻസ് ആൻഡ് ക്വസ്റ്റ്യൻസ് നോക്കാനായിട്ട് സമയം കിട്ടും. സോ എന്താണെന്ന് വെച്ചാൽ ആ ഓഡിയോ പ്ലേ ചെയ്യുന്ന സമയത്തിന് മുന്നേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നോക്കാനുള്ള സമയത്ത് ഇത് തറവായിട്ട് മനസ്സിലാക്കി വെക്കുക. വൺസ് ഓഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സംഭവങ്ങളൊന്നും നോക്കാണ്ട് ഡയറക്റ്റ്ലി യു പ്ലീസ് ലിസൺ ടു ദ ഓഡിയോ. ഓക്കെ, ലിസൺ കെയർഫുള്ളി. ആ ഓഡിയോ കറക്റ്റായിട്ട് ലിസൺ ചെയ്യാം. എന്നിട്ട് ഓഡിയോ കഴിഞ്ഞ ഉടനെ ക്വിക്കായിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ക്വസ്റ്റ്യൻ നോക്കാം, അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് ഐ റെക്കമെൻഡ് ദിസ് ഇസ് ഓൺലി ഫോർ പാർട്ട് ബി. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ചെയ്യാം. ബട്ട് ഇത് എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയതാണ്, എൻ്റെ ഒത്തിരി സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പാർട്ട് ബിയിൽ മാത്രം. ബാക്കി A ആയാലും C ആയാലും എന്താ നമ്മൾ ഓഡിയോ ലിസൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എഴുതിയുമ്പോൾ ബട്ട് പാർട്ട് ബി യു കെൻ യൂസ് ജസ്റ്റ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ബട്ട് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അത് തന്നെ ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഓക്കെ, സോ ഇതിൽ അങ്ങനെ ഒരു എന്താണ് 6 ഡിഫറെൻറ്റ് കോൺവെർസേഷൻസ് ഇങ്ങനെ ഷോർട്ട് ഡിഫറെൻറ്റ് കോൺവെർസേഷൻസ് കിട്ടും. സോ അത് ഓരോ കോൺവെർസേഷൻ ആയിരിക്കും നിങ്ങൾ ഓഡിയോയിൽ കേൾക്കുന്നത്. അതായത് റിയൽ വർക്ക് സിനാരിയോയിൽ എന്തൊക്കെയാണോ ലൈക്ക് ഹാൻഡ് ഓവർ ആവാം അങ്ങനെ എന്തൊക്കെയാണോ കേൾക്കുന്നത് അത് തന്നെയായിരിക്കും നിങ്ങൾ ഇതിലും കേൾക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഓക്കെ, സോ നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ എക്സാമ്പിൾ നോക്കാം. അല്ലേ, ഫസ്റ്റ് വൺ എന്തായിരുന്നു, യു ഹിയർ എ ഡയറ്റീഷ്യൻ ടോക്കിംഗ് ടു എ പേഷ്യൻസ്. സെക്കൻഡ് വൺ എന്താണ്, യു ഹിയർ എ സീനിയർ നഴ്സ് ഗിവിംഗ് ഫീഡ്ബാക്ക് ടു എ ട്രെയിനി ആഫ്റ്റർ എ ട്രെയിനിങ് എക്സസൈസ്. ഓക്കെ, സോ ഇതിലൊരു സീനിയർ നഴ്സ് ഒരു ട്രെയിനിങ് സെഷൻ കഴിഞ്ഞിട്ട് ആ ട്രെയിനിക്ക് എന്ത് ചെയ്യുന്നത് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നതാണ് കേൾക്കുന്നത്. അങ്ങനെ നമ്മൾ റിയൽ ലൈഫ് സിനാരിയോസ് റിയലി ഹെൽത്ത് കെയർ സെറ്റിങ്സിൽ നടക്കുന്ന സിനാരിയോസ് ആയിരിക്കും നമുക്ക് എന്തിൽ കിട്ടുക, പാർട്ട് ബി. ഓക്കെ,
So now look for another example. What? You hear members of a hospital committee discussing problems in the X-ray department. So yes, എന്താണ് you hear members of a hospital committee members X-ray department problems discuss ചെയ്യണം. Some more examples I can say that you hear a trainee nurse asking his senior colleague about the use of anti-embolism socks for the patient. Okay, like നിങ്ങൾ in real scenario കേൾക്കുന്ന conversations ആയിരിക്കും ഇതിൽ വരുന്നത്. Want part C, you will get two different extracts from two different topics. Okay, you may get that from related to a healthcare presentation or an interview. So എന്തെങ്കിലും particular ഒരു ഇൻ്റർവ്യൂ ആകാം, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അവരുടെ ജോബിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതാകും. സോ അങ്ങനെയുള്ളൊരു എന്താ ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അങ്ങനെ, അല്ലെങ്കിൽ ഒരാൾ ഒരു ജോബിനെ കുറിച്ച് പറയുന്ന ഡിസ്ക്രിപ്ഷനോ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്തിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്, പാർട്ട് സിയിൽ. As I told you, like എന്താണ് പാർട്ട് സി രണ്ട് എക്സ്ട്രാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ you will get 6 different from each extracts. That means a total of 12 questions. Okay, so അതിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ questions 31 to 42. That means part C, entire part C ആണ് പറയുന്നത്, രണ്ട് എക്സ്ട്രാക്റ്റും കൂടി ചേർത്തിട്ട്. Choose the answer A, B or C which fits best according to what you hear. So A, B, C ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞിട്ട് അതിൽ A ആണോ B ആണോ C ആണോ ഏതാണ് എന്ന് ചൂസ് ചെയ്യുന്ന അത് സർക്കിൾ ഡാർക്കൺ ചെയ്താണ് പോകേണ്ടത്. ഓക്കെ, so part C എന്ന് പറഞ്ഞാൽ before the start of this extract you will get 90 seconds to look at the questions. Okay, 90 സെക്കൻഡ് സമയം ഓരോ ക്വസ്റ്റ്യന് മുന്നേ നിങ്ങൾക്ക്, അതായത് ഓരോ എക്സ്ട്രാക്റ്റിന് മുന്നേ നിങ്ങൾക്ക് കിട്ടും ക്വസ്റ്റ്യൻസ് നോക്കാനായിട്ട്. മോർ ദാൻ ഇനഫ് ടൈം. ഓക്കെ, 90 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എന്താണ്, ഒരു മിനിറ്റിന് അടുപ്പിച്ച സമയമുണ്ട്. സോ ആ സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് തറവായിട്ട് നോക്കി പോവുക. ദെൻ കീവേഡ്സ് ഉണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്ത് പോവുക, എന്നിട്ട് ഓപ്ഷൻസ് തറവായിട്ട് മനസ്സിലാക്കി പോവുക. ഓക്കെ, അങ്ങനെ 6 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കാനാണ് ഈ 90 സെക്കൻഡ്സ് സമയം. സോ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി നോക്കാനുള്ള സമയമുണ്ട്. ഓക്കെ, വൺസ് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് അവർ ബീപ്പ് സൗണ്ട് കേൾപ്പിച്ച് ഓഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ലിസൺ മാത്രം ചെയ്യരുത്. ലിസൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസ് എന്താണ് ആൻസർ മനസ്സിലാക്കി അതും കൂടെ ഡാർക്കൻ ചെയ്ത് പോകണം. ഓക്കെ, ലിസണിങ് പാർട്ടിൽ ബിയിലാണ് ഞാൻ പറഞ്ഞത് എന്താണ്, നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ മാത്രം മീൻസ് ഓഡിയോ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ഓഡിയോ ലിസൺ ചെയ്തിട്ട് ക്വിക്കായിട്ട് ഓഡിയോ ഫിനിഷ് ചെയ്യുമ്പോൾ ക്വിക്കായിട്ട് വന്ന് ആൻസർ ചെയ്താൽ മതി. ബട്ട് ഇതിൽ എയിലും സിയിലും എന്താണ്, ഓഡിയോ റൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസറും ചെയ്ത് പോകണം. ഓക്കെ, എന്നാൽ മാത്രമേ ഈ പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് നോക്കാം. When Chris was met the patient, he found out that, അതായത് ഒരു പേഷ്യൻ്റ് ഒരു മേ ബി ഹെൽത്ത് സിനാരിയോ എന്താണ് ഇതിൽ നോക്കാം. ഓക്കെ, we hear a sports physiotherapist called Chris Naloni giving a presentation in which he is described treating a high jumper with a knee injury. So knee injury patient treat ചെയ്യുന്ന ഒരു ഡോക്ടറായിട്ടുള്ള കോൺവെർസേഷൻ ആണ് കൊടുത്തേക്കുന്നത് അല്ലേ, അയാളുടെ ഒരു പ്രസൻറ്റേഷനാണ്. ഇറ്റ്സ് നോട്ട് എ കോൺവെർസേഷൻ, ഒരു പ്രസൻറ്റേഷനാണ് കൊടുത്തേക്കുന്നത്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആദ്യമേ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, കീവേഡ്സ് നോക്കി അണ്ടർലൈൻ ചെയ്ത് പോവുക. ദെൻ എന്ത് ചെയ്യുക, ഓപ്ഷൻസ് ഓഡിയോ ലിസണിനോടൊപ്പം ചെയ്യുന്നതിന് ആൻസേഴ്സും ഡാർക്കൻ ചെയ്ത് പോവാം. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് 12 ക്വസ്റ്റ്യൻസ് കിട്ടും. വൺസ് ഒരു എക്സ്ട്രാക്ട് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത 90 സെക്കൻഡ്സ് കിട്ടും നെക്സ്റ്റ് എക്സ്ട്രാക്റ്റിൻ്റെ ക്വസ്റ്റ്യനും സബ് ഓപ്ഷൻസും നോക്കാനായിട്ട്. ഓക്കെ, സോ ഇച്ചിരി ലെങ്തി ആയിരിക്കും, അത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ഫെമിലിയർ ആയിക്കോളും. ദെൻ അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് ആൻസർ കിട്ടും. സോ എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നൗ ഞാൻ സമ്മറൈസ് ചെയ്ത് തരാം. So let's conclude. Our OET listening subtest consists of 3 parts, part A, B and C, and you will get a total of 42 minutes to complete your answers. Okay, so remember one thing, once audio play ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത് അവസാനമായിരിക്കും, ഇടയ്ക്ക് വേണ്ടി നിങ്ങൾക്കായിട്ട് നിർത്തി തരത്തില്ല. Then another thing എന്ന് പറഞ്ഞാൽ at the end of the listening test you will get 2 minutes to check your answers. Okay, so total questions പറഞ്ഞാൽ 42 questions ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. So നമുക്ക് ഓരോന്ന് നോക്കാം. A part again divided into 2 extracts, extract 1 and 2, and you will get 12 questions from each extract. That means a total of 12 questions. Okay, so A part is mainly focusing on എന്താണ് ഫോക്കസ് ചെയ്യുന്നത്. A part ഹെൽത്ത് കെയർ പ്രൊഫഷൻ, ഒരു പേഷ്യൻറ്റിൻ്റെ
ടോക്ക് ആയിരിക്കും. ഐ മീൻ ഒരു പേഷ്യൻറ്റിൻ്റെ പറയുന്നതായിരിക്കും. ഓക്കെ, മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് പറയുന്നതായിരിക്കും. ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അവരുടെ കുറച്ച് മാത്രമേ അതിൽ സംസാരിക്കും, ബട്ട് വളരെ കുറച്ചായിരിക്കും. ഓക്കെ, ബി പാർട്ട് എ പാർട്ട് നിങ്ങൾക്ക് എന്താണ് ഓരോ കോൺവെർസേഷനും 30 സെക്കൻഡ്സ് സമയം തരും. പ്രയറായിട്ട് ഐ മീൻ ഓഡിയോ ഇടുന്നതിന് മുന്നേ 30 സെക്കൻഡ്സ് സമയം തരും ഒന്ന് നോക്കാനായിട്ട്, ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യാനായിട്ട്. സോ അതിനുശേഷം മാത്രമേ ഓഡിയോ പ്ലേ ചെയ്തുള്ളൂ. ഓക്കെ, സോ ഓരോ എക്സ്ട്രാക്റ്റിന് മുന്നേ 30 സെക്കൻഡ്സ് സമയം തരും. ഇൻ ബി പാർട്ട് ടോട്ടൽ ഓഫ് 6 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കിട്ടുന്നത്. ഷോർട്ട് എക്സ്ട്രാക്ട്സ് ആണ്. സോ 6 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഈച്ച് എക്സ്ട്രാക്റ്റിന് മുന്നേ പർട്ടിക്കുലർ ടൈം കാണും. ഓക്കെ, നോക്കാനായിട്ട് പർട്ടിക്കുലർ ടൈം ഈച്ച് എക്സ്ട്രാക്റ്റിന് മുന്നേ പാർട്ട് ബിയിൽ കിട്ടും. പാർട്ട് ബി മെയിൻലി ഫോക്കസ് ചെയ്യുന്ന എന്താണ്, ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് തമ്മിലുള്ള കോൺവെർസേഷനോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഒരു പേഷ്യൻറ്റ് തമ്മിലുള്ള കോൺവെർസേഷനോ ആയിരിക്കും. ഓക്കെ, കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെ കോൺവെർസേഷൻ ആയിരിക്കും മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ റിയൽ ലൈഫ് സെറ്റിങ്ങിൽ, റിയൽ ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ എങ്ങനെയാണോ അതുപോലെയുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇൻ പാർട്ട് സി എന്താണ്, again 2 extract 30 divided into 1 and 2, you will get a total of 12 questions. That means 6 questions from each extract. Okay, so അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച്, ഐ മീൻ പ്രസൻറ്റേഷൻ ആവാം അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ആവാം, അതിനെക്കുറിച്ച്, അതായത് ജനറൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് ലിസൺ ചെയ്യുന്നതായിരിക്കും ഇതിൽ വരുന്നത്. ഓക്കെ, ആ പെർട്ടിക്കുലർ അതിനെക്കുറിച്ചായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ടോപ്പിക് ഓഫ് ജനറൽ ഇൻട്രസ്റ്റ് ആയിരിക്കും ഈ പാർട്ട് സിയിൽ വരുന്നത്. ഓക്കെ, സോ ഓൾ ടുഗെദർ 3 പാർട്സ് ആണ് ലിസണിങ് സബ് ടെസ്റ്റിനകത്ത് ഉള്ളത്. സോ എന്താണ് എ പാർട്ട് എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എ പാർട്ട് എന്ന് പറഞ്ഞാൽ വേർഡ് ഓർ ഷോർട്ട് ഫ്രേസ് നിങ്ങൾ എഴുതുകയാണ് ചെയ്യേണ്ടത്. സോ ഓൾവേസ് ട്രൈ ടു യൂസ് പെൻസിൽ. ഈവൻ അത് ലിസണിങ്ങിലായാലും റീഡിങ്ങിലായാലും റൈറ്റിങ്ങിലായാലും എന്ത് യൂസ് ചെയ്യാൻ നോക്കുക, പെൻസിൽ യൂസ് ചെയ്യാൻ നോക്കുക. ബിക്കോസ് നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് വന്നാൽ റബ്ബ് ചെയ്ത് എഴുതണമെങ്കിൽ പെൻസിലായിരിക്കും കൺവീനിയൻറ്റ്, അല്ലെങ്കിൽ കുറച്ചൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള. എപ്പോഴും എന്ത് ചെയ്യുക, പെൻസിൽ തന്നെ ചൂസ് ചെയ്ത് എഴുതുക. അവൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് പോലും പെൻസിൽ യൂസ് ചെയ്ത് എഴുതുക. ഓക്കെ, സോറി. സോ പിന്നെ എന്താണ് പറയാനുള്ളത്, പിന്നെ നിങ്ങൾ എഴുതുന്നത് ക്ലിയർ ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. ദെൻ ബിയും സിയും സർക്കിൾസ് ഡാർക്കൻ ചെയ്യാണ് ചെയ്യേണ്ടത്. സോ വൺസ് നിങ്ങൾ ഷുഗർ ഇല്ലാന്നുണ്ടെങ്കിൽ അന്നേരം കംപ്ലീറ്റ് ആയിട്ട് ഡാർക്കൻ ചെയ്യാൻ നിൽക്കരുത്. ബിക്കോസ് റബ്ബ് ചെയ്താനായിട്ട് കംപ്ലീറ്റ് മാഞ്ഞു പോകണമെന്നില്ല. സോ അതുകൊണ്ട് എവിടെയെങ്കിലും ലൈറ്റായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം ചെക്ക് ചെയ്യാനുള്ള സമയം അല്ലെങ്കിൽ ഇടയ്ക്ക് വന്നിട്ട് നിങ്ങൾക്കത് ഒന്ന് നോട്ട് ചെയ്ത് ഡാർക്കൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, റൈറ്റ് ആൻസർ എന്ന് തോന്നുക. കൺഫ്യൂഷൻ വരുന്നത് ഉടനെ തന്നെ ഡാർക്കൻ ചെയ്യാതിരിക്കാൻ നോക്കുക. ഓക്കെ, സോ ഇത്രയാണ് OET ലിസണിങ്. സോ ട്രൈ ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾക്ക് ആദ്യം ഒരു ബിഗിനർ ആകുമ്പോൾ ചിലപ്പോൾ എന്താണ് കേട്ടാലൊന്നും മനസ്സിലാകണമെന്നില്ല. ബിക്കോസ് ഓസ്ട്രേലിയൻ ആക്സെൻറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയ്ക്കും നിങ്ങളത് മനസ്സിലാക്കണമെന്നില്ല. സോ ഗ്രാജുവലി നിങ്ങൾ കേട്ട് വരുമ്പോഴത്തേക്കും എന്തായാലും നന്നായിട്ട് മനസ്സിലാവും. സോ സ്കോർ ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു പാട്ടാണ് എന്ത് OET ലിസണിങ് സബ് ടെസ്റ്റ്. സോ ബെറ്ററായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണ്. ഓക്കെ, നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ബി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണ് OET ലിസണിങ് സബ് ടെസ്റ്റ്. സോ try to work hard. Hope you understand well. This is the end of listening part. Thank you.